ഫ്രണ്ട്സ്, നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ നമുക്ക് റിജക്റ്റഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആക്സെപ്റ്റഡ് ആണോ അതോ റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഒന്ന്, നമ്മൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കും, അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് വിവിധ RRBയിൽ എത്ര അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡാറ്റ ഉണ്ട്, അത് നോക്കും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുൻപ് നമ്മുടെ ആധാറിൻ്റെ ബയോമെട്രിക് ഡാറ്റ നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കണം. അതെങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് അൺലോക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. മെയിനായിട്ട് 3 ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കോമൺ ആയിട്ട് അവിടെയാണ് നമ്മൾ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ഞാൻ തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി 2025 അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട് ഡയറക്റ്റ് ലിങ്ക് ടു ചെക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് വരെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡി അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് വർക്ക് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ലിങ്കിൽ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഒന്നാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ അപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സൈനിങ് യുവർ RRB അക്കൗണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ വിത്ത് ആധാർ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതല്ല, നമ്മൾ ഈ പറയുന്ന അക്കൗണ്ട് ക്രെഡൻഷ്യൽ, അതായത് നമ്മുടെ യൂസർ നെയിം, നമ്മളെ മെയിൽ IDയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ കൊടുത്തിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൽ ID കൊടുക്കണം. ഓക്കെ, അതായത് ഈ പറയുന്ന മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ്സിന് കൊടുത്ത് നമ്മുടെ മെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ക്യാപ്ചർ അടിച്ചിട്ട് ജസ്റ്റ് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ കൊടുക്കാം. അങ്ങനെ ലോഗിൻ ചെയ്താൽ, ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണിക്കുക കേട്ടോ. അവിടെ കാണിക്കുക നിങ്ങൾക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ടാവും. നിങ്ങൾ അപ്ലിക്കേഷൻ ഹിസ്റ്ററി നോക്കുക. ഓക്കെ, നിങ്ങൾ അപ്ലിക്കേഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ്റെ ആ ഒരു പേജിലായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്താൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും കാണിക്കേണ്ടാലും ഇൻസ്ട്രക്ഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ആകട്ടെ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ അത് പേജ് ലോഡായിട്ട് ഇത് കാണിച്ചോളുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ബാക്കിലേക്ക് നിങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ അപ്ലിക്കേഷൻ ഹിസ്റ്ററി ലോഡ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെറിയൊരു ലോഡിങ് ഇഷ്യൂ അതിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പുമായി കോൺടാക്ട് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈവൻ രജിസ്ട്രേഷൻ നമ്പറൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷയാണ്. ഇതിലും കൂടെ കാണാൻ പറ്റും ലെവൽ 1 എക്സാമിനേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കാണാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നിട്ട് കാണാം. പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്നാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ് എന്ന് കാണിക്കും. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികളുടേത് ഇതുപോലെ താഴെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിജക്റ്റഡ് എന്ന് കാണാൻ നിങ്ങൾക്ക് കണ്ടോ. ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്. അതായത് അതിനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അത് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ ചെയ്യാന്നുള്ള കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത്രയും ഏരിയകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലൂടെ കാണിക്കും. മോഡിഫൈ പേയ്മെൻറ്റ് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ക്രൈബ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എക്സാമിന് സഹായി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ഒരു നമ്മുടെ മൈ അപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളതിൽ ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങളുടെ മൈ അപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥി ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റിജക്റ്റ് ആയിട്ടില്ല. അപ്പോൾ റിജക്റ്റഡ് ആണെങ്കിൽ അവിടെ ഇവിടെ കാണിക്കും, ഇവിടെ റിജക്റ്റഡ് എന്നാണ് കാണിക്കുക.
ഓക്കെ, റിജക്റ്റഡ് എന്ന് കാണിക്കും ഇവിടെ. ഇപ്പോൾ ഇവിടെ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ എഴുതാം. റിജക്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ അപേക്ഷ എന്ത് ചെയ്തു, റിജക്റ്റ്, നമ്മുടെ കാൻഡിഡേച്ചർ അവിടെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കൊണ്ട്, അത് ഈവൻ ചിലപ്പം നമ്മുടെ സിഗ്നേച്ചർ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ടായിരിക്കും ഈ പറയുന്ന എന്താണ് റിജക്റ്റഡ് എന്നുള്ള രീതിയിൽ വരിക. പിന്നെ വരുന്നത് പേയ്മെൻറ്റ്, അതായത് നമ്മൾ പേയ്മെൻറ്റ് ഇവിടെ സക്സസ് ആണോ നിങ്ങൾ നോക്കുക കേട്ടോ. ഇവിടെ റിജക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആണോ നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ സക്സസ് ആണ് എന്ന് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രിൻ്റ് എടുക്കാം, പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിനുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ പേയ്മെൻറ്റ് നോക്കണം നിങ്ങൾ. ഓക്കെ, റിജക്റ്റഡ് എന്ന് ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇവിടെ എന്താണ് ഫെയിൽ ആണോ എന്നുള്ളത് ഇവിടെ നോക്കുക കേട്ടോ. അങ്ങനെ ഫെയിൽ ആണെങ്കിൽ പേയ്മെൻറ്റ് ഫെയിൽ ആയതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയത്. അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കണം, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ അവിടെ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ പേയ്മെൻറ്റും എന്തായിരിക്കും സക്സസ് ആയിരിക്കും. ആ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നുള്ളടത്ത് ഇതുപോലെ താഴത്തെ ഇവിടെ കൊടുത്ത വേറൊരു എക്സാമ്പിളാണ്, വേറൊരു കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. ഇവിടെ റിജക്റ്റഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, പേയ്മെൻറ്റ് നോട്ട് ഡൺ എന്നുള്ളതാണ് അവിടെ കാണിക്കുക, അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് റിജക്റ്റ് ആയിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടും എന്ത് ചെയ്യാം, റിജക്റ്റ് ആകാം. അത് ഈ പറഞ്ഞ രീതിയിൽ ഫോട്ടോ സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകൊണ്ടോ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള എറർ വരുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന റിജക്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ റിജക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളും കമൻറ്റ് ചെയ്യുക. അങ്ങനെ റിജക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്താണ് കാണിക്കുന്നത്, അങ്ങനെ പേയ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് അതിൽ നിന്ന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ എന്താണോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിലേക്ക് സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചാണ്, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ലെവൽ 1 ആണ് എടുക്കേണ്ടത്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. അത് ഓക്കെ ആണോ നോക്കുക. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സാം ഡേറ്റിൻ്റെ നോട്ടീസും നമ്മുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. RRB ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് നോട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നോട്ടീസ്. ഓക്കെ, നോട്ടീസ് ഇതാണ്, നോട്ടീസും കൂടെ കാണാൻ പറ്റും. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 8/9/2025 എക്സാം നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് സെപ്റ്റംബറിൽ തന്നെയാണ് എക്സാം നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലെ എക്സാം ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ 8 ആണ് കേട്ടോ, 8/2025 ലെവൽ 1 എക്സാമിനേഷൻ, അതായത് നമ്മൾ പറയുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ 1 എന്നാണ് പറയുക. അപ്പോൾ ഗ്രൂപ്പ് ഡി. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 17th നവംബർ മുതലാണ് ഇത് ഏകദേശം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും 17th നവംബർ 2025 മുതൽ നിങ്ങൾക്ക് കൂടെ കാണാം എൻഡ് ഓഫ് ഡിസംബർ 2025. അപ്പോൾ നമ്മൾ 2025 തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 എക്സാമിനേഷൻ കംപ്ലീറ്റ് കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ നവംബർ 17th എന്ന് പറയുന്ന ആ ഡേറ്റ് കണക്കാക്കിയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. ഓക്കെ, അതെല്ലാം നമ്മൾ ഡിസംബറിലേക്ക് ആക്കിയിട്ട് വെക്കരുത് കേട്ടോ. കാരണം നമുക്ക് വിവിധ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ വിവിധ ടൈമിലൊക്കെ ആയിരിക്കും. പക്ഷേങ്കിലും നമ്മൾ ആ ഡേറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഇതിലേക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. കാരണം സമയം അടുത്ത് വല്ലാതെ സമയമില്ല. അപ്പോൾ 17 നവംബർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെക്കുക. ആ ഡേറ്റിലേക്ക് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സാം അടുപ്പിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് മേ ബി നമുക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം വേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ ആധാർ ലിങ്ക് ചെയ്യണ്ടേ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇവിടെ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് ഇവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ എക്സാമിനേഷൻ ഡേറ്റിൻ്റെ 10 ദിവസം മുൻപാണ് നമുക്ക് എക്സാം സിറ്റിയും എക്സാം ഡേറ്റും, നമ്മുടെ എക്സാം ഡേറ്റ് എന്നാണ്, അതായത് ഇതിപ്പോൾ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ 17th നവംബർ ടു ഡിസംബർ എൻഡ് വരെ എന്നുള്ളതൊരു ഡേറ്റ് കൊടുത്തതാണ്. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ഏത് തീയതിയിലാണ് നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്നത് എന്നും, അതോടൊപ്പം എക്സാം വെന്യൂ നമുക്ക് എവിടെയാണ് എക്സാമിനേഷന് നമുക്ക് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഡേ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എക്സാം എന്നാണോ ആ എക്സാമിൻ്റെ 10 ദിവസം മുൻപാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യും. ആ സമയം നിങ്ങളൊന്നും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ്റെ 10 ദിവസം മുൻപ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറയുന്ന സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം.
അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിതിന് മുൻപൊക്കെ വേറെ അറാബിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ എക്സാം സിറ്റ് ഏതാണെന്നും അതുപോലെ തന്നെ നമുക്ക് എക്സാം ഡേറ്റും നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പക്ഷേ അതൊരിക്കലും എന്തല്ല കോൾ ലെറ്ററോ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡോ അല്ല. അത് നമുക്ക് ജസ്റ്റ് എന്താണ് സിറ്റ് ഏതാണെന്നും എക്സാം ഡേറ്റ് ഏതാണെന്നും നമുക്ക് റെയിൽവേ പറഞ്ഞു തരുന്നതാണ്. അത് എക്സാമിനേഷൻ്റെ 10 ദിവസം, നമ്മളുടെ എക്സാം എന്നാണോ അതിൻ്റെ 10 ദിവസം മുൻപാണ് നമുക്കതറിയാൻ പറ്റുക. ഇനി അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് എന്താൻ പറ്റും, ഈ പറയുന്ന റെയിൽവേ പാസ് കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഈ പറയുന്ന 10 ദിവസം മുൻപാണ് അതിൻ്റെ കാര്യങ്ങളും അവർക്ക് ലഭിക്കുക കേട്ടോ. ട്രാവൽ അതോറിറ്റി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവർക്ക് ഈ പറയുന്ന 10 ദിവസം മുൻപാണ് ലഭിക്കുക. ഇനി ഈ കോൾ ലെറ്റർ ലഭിക്കുന്നത് നമുക്ക്, അതായത് ഈ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ ലഭിക്കുന്നത് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലൂടെ നമുക്ക് എക്സാം ഡേറ്റ് അറിയാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എന്താണ് November 25 വിചാരിക്കുക എക്സാം. അപ്പോൾ November 25 ആണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഈ കോൾ ലെറ്റർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എനിക്ക് ഈ പറയുന്ന November 21 മുതലായിരിക്കും, 21 മുതലായിരിക്കും എനിക്ക് ഇതിൻ്റെ ഈ കോൾ ലെറ്റർ ലഭിക്കുക. ഓക്കെ, അപ്പോൾ 4 ദിവസം മുൻപാണ് എക്സാമിനേഷൻ ഡേറ്റ്, ആക്ച്വൽ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണോ ആ ഡേറ്റിൻ്റെ 4 ദിവസം മുൻപാണ് നമുക്ക് ഈ കോൾ ലെറ്റർ കിട്ടുള്ളൂ. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് കോൾ ലെറ്റർ അല്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് എക്സാമിനേഷൻ എഴുതാൻ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഇവർ പറയുന്നത് ആധാർ ലിങ്ക്ഡ്, അതായത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിലൂടെയാണ് നമ്മളെ എക്സാമിനേഷൻ ഹാളിലേക്ക് അല്ലെങ്കിൽ എക്സാമിനേഷനിൽ നമുക്ക് എന്താണ് എൻട്രി നൽകുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ. അതായത് നമ്മൾ ആരാണ് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് എന്താണ് നമ്മുടെ ബയോമെട്രിക് ഡാറ്റ യൂസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും അത് മാച്ച് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് വീണ്ടും മറ്റു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിലേ ആക്കുന്ന പ്രോസസ്സാണ്. കാരണം എക്സാം ടൈം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇവർ റെയിൽവേ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആധാർ ലിങ്ക്ഡ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ആണ് നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളോട് റെയിൽവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക് ചെയ്യുക. അതായത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണിക്കും, നിങ്ങളുടെ ഡാഷ്ബോർഡിലൂടെ കാണിക്കും ആധാർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ആ ലിങ്ക് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് നിങ്ങൾക്ക് OTP ജനറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആധാർ അതിലേക്ക് കണക്റ്റ് ആയി. വേറെ വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെയിൽവേയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്യുന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ സെർച്ച് ബാർ കാണാം. നിങ്ങൾക്ക് അതിൽ RRB എന്ന് അടിച്ചു കൊടുത്ത് RRBൻ്റെ വിവിധ വീഡിയോസ് കാണാം. ഇനി ഇവിടെ പ്ലേലിസ്റ്റിൽ പോകാം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ആ വീഡിയോസ് കാണാം. അപ്പോൾ അതിലെങ്ങനെ ആധാർ ലിങ്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോയിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റെയിൽവേ ജോബ്സ് എന്നുണ്ടാവും ഇതിൽ. ഓക്കെ, റെയിൽവേ ജോബ്സ് ഉണ്ടാകേണ്ടതാണ്. ഞാൻ RRB LP അതല്ല, എഞ്ചിനീയറിംഗ് RRB റെയിൽവേ ജോബ്സ് ഉണ്ടാകേണ്ടതാണ്. കാരണം നമ്മളെല്ലാം പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. റെയിൽവേ ജോബ്സ്. അപ്പോൾ ഈ റെയിൽവേ ജോബ്സിൽ ഏകദേശം 64 വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവിധ കാറ്റഗറി വീഡിയോ നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഡൗട്ടുള്ളവർ എങ്ങനെ ലിങ്ക് ചെയ്യണം എന്നൊക്കെ ഡൗട്ടുള്ളവർ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ റെയിൽവേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ആധാർ ബേസ്ഡ് നിങ്ങൾ ഈ പറയുന്ന ലിങ്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആധാർ അത് അൺലോക്ക്ഡ് ആണോ, നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ അൺലോക്ക്ഡ് ആണോ, നിങ്ങൾ എന്ത് ചെയ്യണം, UIDAയിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ആധാർ വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബയോമെട്രിക് ഡാറ്റ എന്ന് പറയുന്ന നമ്മുടെ പേഴ്സണൽ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഏതാ നമ്മൾ വെക്കുന്നത് വെച്ചാൽ ആ വിരലടയാളം അല്ലെങ്കിൽ നമ്മളുടെ കൈൻ്റെ വിരലടയാളമൊക്കെ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേറെ ഒരാൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പെർമിഷൻ ഇല്ല, നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കാനർ ഉപയോഗിച്ചിട്ടോ മറ്റു രീതിയിൽ വെച്ചിട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം ഈവൻ നമ്മൾ എക്സാം സെൻറ്ററിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന തമ്പ് ഇംപ്രഷനൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ സ്കാനറിൽ വെക്കുമ്പോൾ അത് എന്ത് ചെയ്യില്ല, അത് ലോക്ക്ഡ് ആണെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് അത് അൺലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഒഴിവാക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ ആധാറിൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വേണം കേട്ടോ. ഓക്കെ, ഏതാണോ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചാൽ അതിൻ്റെ ആ ഒറിജിനൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വേണം.
അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വെരിഫൈഡ് ആധാർ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് അതിന് പ്രൂഫായിട്ട് വേണം കേട്ടോ. ഓക്കെ. പിന്നെ ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന അൺലോക്ക് ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആധാർ ബയോമെട്രിക് ഡാറ്റ നമ്മൾ അൺലോക്ക് ചെയ്യണം എന്നുള്ളത്. അത് നമുക്കിതാ നിങ്ങളിപ്പം ക്ലിക്ക് ചെയ്ത സമയത്ത് യെസ്, ഒരു മിനിറ്റ്, നമ്മുടെ ഇതോടെ പോസ്റ്റ് എവിടെ, യെസ്, ഗ്രൂപ്പ് ഡി. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ RRB ഗ്രൂപ്പ് ഡി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ആ പേജിലേക്ക് വരുമല്ലോ. നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ പേജിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് താഴോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ താഴോട്ടേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കുറച്ച് മുകളിലേക്ക് നിങ്ങൾ വീണ്ടും നീക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ കളറിൽ ബട്ടണിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ അന്ന് നമ്മൾ ചെയ്ത സമയത്ത് കുറച്ച് മുൻപ് ചെയ്താണ്, എല്ലാ എക്സാമിനും ഇത് ആവശ്യമാണ് കേട്ടോ. അന്ന് നമ്മൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അന്ന് ഞാൻ തയ്യാറാക്കിയ ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഫോർ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ RRB എക്സാം എന്ന് പറഞ്ഞിട്ട് അൺലോക്കിംഗ് ഓഫ് ആധാർ ബയോമെട്രിക്സ്. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇതിൽ ഞാൻ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ കാണാം നിങ്ങൾക്ക് റെയിൽവേ പരീക്ഷയ്ക്ക് പോകുന്നവർ ആധാർ അൺലോക്ക് ചെയ്യണം. അത് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UIDയിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അൺലോക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ആധാർ അൺലോക്ക്ഡ് ആണോ അല്ലെങ്കിൽ ലോക്ക്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് ഇതിലേക്കൂടെ ചെക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലോക്ക് ഉള്ളത് ലോക്കാക്കാനും ലോക്ക് ഉള്ളത് അൺലോക്ക് ആക്കാനും എപ്പോഴും ഏത് സമയത്തും പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ക്ലിയർ ചെയ്യുക. നിങ്ങൾ അൺലോക്ക് ആണെന്ന് ഉറപ്പുവരുത്തുക. അതായത് എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, റെയിൽവേയുടെ ഏതൊരു എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ വെറുതെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കണം. നമ്മുടെ ബയോമെട്രിക് ഡാറ്റ അൺലോക്ക് ചെയ്തിരിക്കണം. അത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതല്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് ആ ടൈമിൽ പ്രശ്നം വരും, എൻട്രി നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കില്ല. പിന്നെ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി വളരെ സ്മൂത്ത് എൻട്രി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആധാർ ഡാറ്റ, നിങ്ങൾക്ക് അത് ഈ പറയുന്ന ബയോമെട്രിക് ഡാറ്റ അൺലോക്ക്ഡ് ആണ് നിങ്ങൾ എൻഷുർ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ സൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കിവിടെ കാണാം ഈ ഇമ്പോർട്ടൻറ്റ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ലിങ്കൊക്കെ. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ നമുക്ക് ഈ പേജിൻ്റെ ലിങ്ക് ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ, അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാ ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ റെയിൽവേ പരീക്ഷയ്ക്ക് പോകുന്നവർ ആധാർ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ആ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് പറയുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പേജിലേക്കാണ് വരിക. ഓക്കെ. ഇനി ഈ പേജിലേക്ക് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഡിയിൽ പേജിൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ വെച്ചാൽ നിങ്ങൾക്കിവിടെ UIDI വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് അൺലോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി കാണിക്കാം. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ലാംഗ്വേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ത്രൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു വാക്കൻസി, അതായത് ഇപ്പോൾ RRBയുടെ സബ്മിറ്റഡ് അപ്ലിക്കേഷൻ്റെ ഒരു എന്താണ് കറക്റ്റ് കണക്ക് കാര്യങ്ങൾ കറക്റ്റ് ഏകദേശം ഒരു നോട്ടീസാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ വേരിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ ജനറൽ, ഇത് ഗ്രൂപ്പ് ഡിൻ്റെതാണ് കേട്ടോ. ഗ്രൂപ്പ് ഡിൻ്റെ സബ്മിറ്റഡ് അപ്ലിക്കേഷൻ നമ്പറാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജനറൽ ആണെങ്കിൽ 1,63,586 എന്താണ് അപ്ലിക്കൻസ് അതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ OBC ആണെങ്കിൽ എത്ര ഉണ്ട്, സോറി ഇവിടെ 5 ലക്ഷത്തിയാണ് അല്ലേ. ഓക്കെ. അപ്പം വലിയ എമൗണ്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ കണ്ടോ CCA കണ്ടോ, നമുക്ക് റെയിൽവേയിൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് മാറ്റിവെച്ച വാക്കൻസിയാണ്. അതിൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേയുടെ അപ്രന്റീഷിപ്പ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിലേക്ക് കുറച്ചും പാടെ ഒരു എൻട്രി നിങ്ങൾക്ക് എന്താണ് എളുപ്പമാക്കി തരും. ഓക്കെ. അപ്പോൾ അതിൽ കണ്ടോ, ഇപ്പോൾ ചില RRBയിലൊക്കെ വളരെ കുറവാണ്, 1427 ഉള്ളൂ. ഇവിടെ നമുക്ക് റാഞ്ചി, ഓക്കെ, ചിലതിലൊക്കെ വളരെ കുറവാണ്. ഓക്കെ. പിന്നെ നമുക്ക് ചെന്നൈയിൽ എത്ര ഉണ്ട്, ചെന്നൈയിൽ 19,330 ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ. നമുക്ക് ചെന്നൈയിൽ ഇതല്ല, ചെന്നൈ നേരെ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള RRB ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഏതിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഡിലീറ്റ് ആക്കി കാണിക്കാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.